ഹായ് ഡിയേഴ്സ്, 2ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്കും സ്വാഗതം. കൂട്ടുകാർ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന നിങ്ങളുടെ 2ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിൻ്റെ ആൻസർ കീയാണ്. എല്ലാ സ്കൂളുകളിൽ ഇന്ന് എക്സാം നടന്നിട്ടുണ്ടാവില്ലല്ലേ, ചില സ്കൂളുകളിൽ നടന്നിട്ടുണ്ടാവും. ആ സ്കൂളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. പ്രവർത്തനം 1 ചക്രങ്ങൾ എത്ര എന്നുള്ളതായിരുന്നു അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പവും കൂട്ടുകാരും മൈതാനത്ത് കുറച്ച് സൈക്കിളുകൾ കണ്ടു. സൈക്കിളുകളുടെ എണ്ണം എത്ര? ഒന്ന് എണ്ണി നോക്കിക്കേ കൂട്ടുകാർ. 1 2 3 4 5 6 7 7 അല്ലേ. അപ്പോൾ സൈക്കിളുകളുടെ എണ്ണം എത്രയാണ്? 7. ദെൻ സൈക്കിളുകളുടെ ആകെ ചക്രങ്ങൾ എത്ര? ആകെ എത്ര സൈക്കിൾ ഉണ്ട് കൂട്ടുകാർ? 7 സൈക്കിൾ ഉണ്ട്. ഓരോ സൈക്കിളിലും എത്ര ചക്രങ്ങൾ വീതം ഉണ്ടാവുക? 2. അപ്പോൾ 7 × 2 എത്രയായ ആൻസർ? 14 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മൈതാനത്ത് 3 സൈക്കിൾ കൂടി വന്നുവെങ്കിൽ ആകെ എത്ര ചക്രങ്ങൾ ഉണ്ടാകും? എങ്ങനെ കണ്ടെത്തും? 3 സൈക്കിളും കൂടി വന്നാൽ 7 + 3 എത്ര ആൻസർ കിട്ടുക? 10 അല്ലേ. ദെൻ 10 × 2 കണ്ടെത്തിയാൽ മതി അല്ലേ. 20 ചക്രങ്ങളാണല്ലേ. അപ്പോൾ 20 ചക്രങ്ങൾ ഉണ്ടാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. പ്രവർത്തനം 2 കടയിൽ പോകാം. അനുവും സോനുവും കടയിൽ പോയി. വില വിവര പട്ടിക നോക്കി. വില വിവര പട്ടിക നോക്കൂ. ഓരോന്നിൻ്റെയും വില നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ടല്ലേ. പെൻസിൽ ബോക്സും വാട്ടർ ബോട്ടിലും വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണം? പെൻസിൽ ബോക്സിന് 35 രൂപ അല്ലേ. പെൻസിൽ ബോക്സിന് ഇവിടെ നോക്കൂ 35 രൂപ. വാട്ടർ ബോട്ടിലിനോ 70 രൂപയല്ലേ. അപ്പം ആകെ എത്ര രൂപ എങ്ങനെ കണ്ടെത്തും? യെസ്, 35 + 70. കൂട്ടുകാർ കൂട്ടി നോക്കിയോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സൈഡിൽ കൂട്ടി നോക്കാം അല്ലേ. 35 + 70 എത്രയാണ് ആൻസർ കിട്ടിയത്? യെസ്, 105 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി നോക്കുക, ആൻസർ ഇവിടെ എഴുതുക. അല്ലാതെ കൂട്ടാൻ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. ഓക്കെ, ദെൻ പെൻസിലിൻ്റെ വിലയേക്കാൾ എത്ര കൂടുതലാണ് പെൻസിൽ ബോക്സിൻ്റെ വില? പെൻസിലിൻ്റെ വിലയേക്കാൾ എത്ര കൂടുതലാണ് പെൻസിൽ ബോക്സിൻ്റെ വില? പെൻസിൽ ബോക്സിൻ്റെ വില എത്രയാണ്? പെൻസിൽ ബോക്സ് നോക്കൂ 35. ഇനി പെൻസിലിൻ്റെ വില എത്രയാണ്? 10 അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ കണ്ടെത്തും? 35 - 10 എത്രയാണ്? 35 നിന്ന് 10 കുറച്ച് എത്ര കൂട്ടുകാരെ? എത്ര നിങ്ങൾക്ക് ആൻസർ കിട്ടുക? 35 നിന്ന് 10 കുറച്ച് 25 റുപ്പീസ് അല്ലേ. 25 രൂപ. ഇനി അനു 5 പെൻസിൽ വാങ്ങി. എത്ര രൂപ കൊടുക്കണം? 5 പെൻസിലാണല്ലേ. ഒരു പെൻസിലിൻ്റെ വില നമുക്കറിയാം 10 രൂപയാണ്. അപ്പോൾ 5 പെൻസിലിൻ്റെ വില എങ്ങനെ കണ്ടെത്തും? യെസ്, 5 × 10 എത്ര ആൻസർ കിട്ടുക? യെസ്, 50 അല്ലേ. 50 എന്ന് കിട്ടും. ഇനി സോനു 100 രൂപ മുഴുവനായും ചെലവഴിച്ച് 2 സാധനങ്ങൾ വാങ്ങി. അവ ഏതൊക്കെയാവും? അപ്പോൾ 2 സാധനങ്ങൾ കൂട്ടിയാൽ 100 കിട്ടണം അല്ലേ. ഏതൊക്കെയാവും അത്? യെസ്, പെൻസിലും കളറിംഗ് ബുക്കും ആവില്ലേ. നോക്കൂ, 40 10 50 കിട്ടുമല്ലോ. അപ്പം പെൻസിലും കളറിംഗ് ബുക്കും ആവും. അല്ലെങ്കിൽ എന്താവാം? യെസ്, പെൻസിലും കളറും ബുക്കും തന്നെ എഴുതാം അല്ലേ. പെൻസിലും കളർ ബുക്കും. സോ ഒരു 100 രൂപ മുഴുവനായിട്ടും ചിലവഴിച്ചിട്ടാണ് അല്ലേ 2 സാധനം വാങ്ങി. അപ്പോൾ അവ ഏതൊക്കെയാവും? നമ്മൾ 50 രൂപയാണ് കണ്ടെത്തിയത്. 100 രൂപയാണ്, 50 രൂപയാണെങ്കിൽ 100 രൂപയാണെങ്കിൽ ഏതായിരിക്കും? യെസ്, വാട്ടർ ബോട്ടിലും നോട്ട്ബുക്കും ആവും അല്ലേ. 70 30 100. നമ്മൾ പറഞ്ഞത് തെറ്റിയതാണ്. 70 30 100. വാട്ടർ ബോട്ടിലിന് 70 രൂപയും നോട്ട്ബുക്കിന് 30 രൂപയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിലെ സമയം എഴുതുക എന്നുള്ളതാണ് അല്ലേ. ഇത് എത്ര മണിയാണ്? 8 o'clock ആണല്ലേ. 8 മണിയാണല്ലേ. ഓക്കെ, ദെൻ ഇവിടെ എത്ര മണിയാണ്? 10 o'clock ആണല്ലേ. 10 മണിയാണ്. ഇനി ക്ലോക്കിൽ സമയം അടയാളപ്പെടുത്തുക. 1 മണിയാണല്ലേ അടയാളപ്പെടുത്തേണ്ടത്. അപ്പം എങ്ങനെയാണ് വരയ്ക്കുക? നമുക്കറിയാലോ 1 മണിയാകുമ്പോൾ എങ്ങനെ വരച്ച് ചേർക്കണം? യെസ്, നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയിൽ വരയ്ക്കുക. ഓക്കെ, വരച്ച് ചേർക്കുക. ഓക്കെ, ദെൻ 4 മണിയാണല്ലേ.
നിങ്ങൾ വരച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനു ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സോനുവിൻ്റെ വീട്ടിൽ കളിക്കാൻ പോയി. കളി കഴിഞ്ഞ് വീട്ടിലെത്താൻ 2 മണിക്കൂർ സമയമെടുത്തു. എത്ര മണിക്കാണ് അനു വീട്ടിലെത്തിയത്? 9 മണിക്ക് സോനു വീട്ടിൽ നിന്ന് കളിക്കാൻ പോയി. കളി കഴിഞ്ഞ് വീട്ടിലെത്താൻ 2 മണിക്കൂറാണല്ലേ. അപ്പോൾ 9നോട് കൂടി 2 കൂട്ടിയ യെസ് 11 അല്ലേ. അപ്പോൾ എത്ര മണിക്കാണ് അനു വീട്ടിലെത്തിയിട്ടുണ്ടാവുക? 11 മണിക്ക് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കളങ്ങളിൽ വിട്ടുപോയ സംഖ്യകൾ എഴുതുക എന്നാണല്ലേ. ഇവിടെ നോക്കൂ, 182, 184, 185, 186. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 181 എഴുതാം അല്ലേ നമുക്ക്. അപ്പോൾ ഇവിടെ എന്താ വരിക? 181. ഇനി 187, 189, ഇവിടെ 183, 191, 193, 197, ഇവിടെ 200 അല്ലേ. അപ്പോൾ ഇതുപോലെയാണല്ലോ എഴുതിയിട്ടുള്ളത്. ഇനി 196നും 198നും ഇടയിലുള്ള സംഖ്യ ഏതാണ്? എളുപ്പല്ലേ. ഏതാ കൂട്ടുകാരെ? 197. ഇനി 181നും തൊട്ട് മുമ്പുള്ള സംഖ്യ, 181ന് തൊട്ട് മുമ്പുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അതെ, 180 ആയിരിക്കും അല്ലേ. ഇനി തന്നിരിക്കുന്ന സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. വലുതിൽ നിന്ന് ചെറുതിലേക്കാണല്ലേ. അപ്പോൾ ഏതാ ഫസ്റ്റ് വരിക? 199 വരും. പിന്നെയോ 193 ഉണ്ടല്ലേ. 193. പിന്നെ 187 ആവും അല്ലേ. 187. പിന്നെ നമ്മൾ 190 എഴുതാണ്ടല്ലേ. 193 കഴിഞ്ഞിട്ട് 190 ഉണ്ടല്ലോ. യെസ്, 190. പിന്നെ 187, 185, 182 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രവർത്തനം 5 എങ്ങനെയൊക്കെ എഴുതാമെന്നുള്ളതാണല്ലേ. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. 75 ഒന്നുകൾ എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? 70 + 5 എഴുതാല്ലേ. 70 + 5 എന്ന് എഴുതാലോ 75നെ. പിന്നെ 7 10കൾ 5 ഒന്നുകൾ എന്ന് എഴുതാലോ. 7 10കൾ 5 ഒന്നുകൾ എന്ന് എഴുതാം. അതുപോലെ പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം? പിന്നെ എന്ത് ചെയ്യാം? 80 - 5 എന്ന് എഴുതാം. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓരോ കൂട്ടുകാരും ഓരോ രീതിയിലായിരിക്കും അല്ലേ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ? എക്സാം എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.